അരങ്ങിതിലാളൊഴിഞ്ഞു കാണികൾ വേർപിരിഞ്ഞു. ഉദയഭാനു പാടിയ ഈ പാട്ടിൻ്റെ അവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി BJP ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തി വന്ന നിരാഹാര സമരത്തിൻ്റെ അവസ്ഥ. പക്ഷേ ഇന്നിപ്പോൾ നിറയെ നേതാക്കളും പ്രവർത്തകരും അണികളൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. കാരണം കൃഷ്ണദാസ് ഇന്ന് ലൈം ജ്യൂസ് കുടിച്ച് ആ ഐതിഹാസികമായ സമരം അവസാനിപ്പിക്കുകയാണല്ലോ. കാരണം ഒന്നും നേടാനാകാതെ ഒന്നുമില്ലാതെ ആ സമരം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരവസ്ഥ. പക്ഷേ നേതാക്കളൊക്കെ വളരെ ആവേശത്തോടു കൂടി ആ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. കാരണം എന്നറിയാമോ, അവർക്ക് ധൈര്യപൂർവ്വം ആ സമരപ്പന്തലിൽ വരാനുള്ള ഒരു ചങ്കൂറ്റം അവർക്ക് ലഭിച്ചിരിക്കുന്നു. കാരണം ഇനി ആ ഭാഗത്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ പിടിച്ച് നിരാഹാരം കിടത്തുമോ എന്നുള്ള സംശയം ഇനി വേണ്ടല്ലോ. കാരണം അത് കഴിഞ്ഞു. ആ നിരാഹാരത്തിൻ്റെ അർത്ഥമില്ലാത്ത ആ നിരാഹാര സമരം നാണം കെട്ട് BJPക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. നിങ്ങൾ ഉന്നയിച്ച ആ സമരത്തിലൂടെ നിങ്ങൾ ഉന്നയിച്ച ഏതെങ്കിലും ഒരു കാര്യം നേടാനായി എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ആചാര സംരക്ഷണം, ശബരിമലയിൽ സ്ത്രീകൾ കയറാൻ പാടില്ല, അവിടെ തന്ത്രിയെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഈ ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിനെ പ്രതിരോധിച്ച അല്ലെങ്കിൽ അക്രമ സമരത്തിലൂടെ അവരെ ആട്ടിയോടിച്ച നിങ്ങളുടെ പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുത്ത ആ കേസുകൾ പിൻവലിക്കണം. ശബരിമലയിൽ ഒടുവിൽ സ്ത്രീകൾ കയറിയപ്പോൾ നിങ്ങൾ പ്രതിഷേധിച്ച് കേരള മാസകലം നിങ്ങൾ അക്രമം അഴിച്ചുവിട്ടു. ആ പ്രവർത്തകരെ രക്ഷിക്കാനും അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനുമാണ് നിങ്ങളിപ്പോൾ ഈ ശതം സമർപ്പിയാമി എന്ന മറ്റൊരു നാണം കെട്ട ഏർപ്പാടിന് തുടക്കമിടുന്നത്. ഒടുവിൽ ഇപ്പോൾ ഇന്ന് നിരാഹാരം അവസാനിപ്പിച്ചു. കുറേ ആധ്യാത്മിക നേതാക്കളെ തിരുവനന്തപുരത്ത് എത്തിപ്പിച്ച് നഗരം സ്തംഭിപ്പിച്ച് ജനങ്ങളെ വീണ്ടും ഒന്നുകൂടി ബുദ്ധിമുട്ടിൻ്റെ അങ്ങേ തലക്കെത്തിച്ച് അങ്ങേ അറ്റം എത്തിച്ച് നിങ്ങൾ ഈ സമരത്തിൽ നിന്നും തലയൂരുകയല്ലേ BJP അല്ലെങ്കിൽ സംഘപരിവാറുകാരെ? ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അവധി ദിവസമാണ്. അവർക്ക് കുടുംബമായിട്ട് പുറത്തിറങ്ങേണ്ട പല ആവശ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സർക്കാർ ഓഫീസുകളൊക്കെ ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന തലസ്ഥാന നഗരിയിൽ അവർക്ക് ഒരു അവധി ദിവസം കിട്ടുന്നത് ഞായറാഴ്ചയാണ്. അവർക്ക് സാധനങ്ങൾ വാങ്ങാനുണ്ടാകും, അല്ലെങ്കിൽ മറ്റ് ഷോപ്പിങ്ങുകളും ഉണ്ടാകും, അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങാൻ അവർക്ക് പുറത്തിറങ്ങണം. ഇങ്ങനെ പല ആവശ്യങ്ങളുള്ള ജനങ്ങളാണ്. ആ ജനങ്ങളെ ഒന്ന് ഉച്ച മുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുക, ഒരു ശക്തി പ്രകടനം കാട്ടുക. അതായത് നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് നിങ്ങൾ നടത്തിയ സമരം, ദിവസം തോറും പരാജയപ്പെട്ട സമരത്തിൻ്റെ ആ ജാള്യത മറയ്ക്കാൻ നിങ്ങൾ പല ജില്ലകളിൽ നിന്നും കുറേ ആൾക്കാരെ തിരുവനന്തപുരത്ത് എത്തിച്ച് ഇന്ന് ഉച്ച മുതൽ ഗതാഗതം സ്തംഭിപ്പിച്ച് ഒരു ശക്തി പ്രകടനം നടത്തി നിങ്ങളുടെ ഈ നാണക്കേട് മറയ്ക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? പക്ഷേ ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഈ അർത്ഥമില്ലാത്ത സമരം നിങ്ങൾ അർത്ഥമില്ലാതെ അവസാനിപ്പിച്ച് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഒരു ശക്തി പ്രകടനം നടത്തി ഞങ്ങൾ വിജയിച്ചു എന്ന ആഹ്വാനം ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊന്നും വിലപ്പോകില്ല. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ അത്തരം ആശയങ്ങളും അല്ലെങ്കിൽ ഭീഷണികളും ഒന്നും വിലപ്പോവില്ല എന്ന് BJP നേതൃത്വവും അല്ലെങ്കിൽ ശബരിമല കർമ്മസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നവരും തിരിച്ചറിയണം.